എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സുപ്രധാന നിയമങ്ങളാണ്. സുപ്രധാന നിയമങ്ങളില് വിവരാവകാശ നിയമമാണ്. ഒരു 1.5 മണിക്കൂർ വേണം ഇത് കംപ്ലീറ്റ് PYQ ബേസിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ കേട്ടോ. അപ്പൊ നമുക്കൊരു 100-100ഓളം ചോദ്യങ്ങളുണ്ട്. 100ഓളം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതെല്ലാം PSC റീസെന്റ് ചോദിച്ച 2024, 23, 25 ചോദിച്ച PSCയുടെ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഒരു 100ഓളം ചോദ്യങ്ങൾ വിവരാവകാശത്തിലുണ്ട്. അതിനകത്ത് ഒരു 19 ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കണം. കണ്ടോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് പഠിക്കണം. വിവരാവകാശവുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും സെറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ കാമ്പ്, അതിനകത്ത് ഉള്ളിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുള്ള ഭാഗം പഠിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ബാക്കി ഏതെല്ലാം ചോദ്യങ്ങളാണ് വരിക എന്ന് നോക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് എന്നൊരു ചോദ്യം PSC ചോദിച്ചു മുമ്പ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എല്ലാ മക്കൾക്കും അറിയാം. രാജസ്ഥാനിലാണ് ഈ സംഘടന വന്നത്. അറിയാത്തവർ ഇപ്പോൾ പഠിച്ചു വെക്കുക. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് വന്നത്? രാജസ്ഥാനിലാണ്. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഘടനയെ കുറിച്ച് പറയുന്നുണ്ട് SCERT-യിലെ. ഞാനൊന്ന് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് വായിക്കാം, നിങ്ങൾ കേൾക്കുക. 1990-ൽ രാജസ്ഥാനിലെ വർഷം ശ്രദ്ധിക്കണം, 1990 പറയുന്നു SCERT. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ അഥവാ MKSS, മസ്ദൂർ കിസാനെ ശക്തി സംഗതൻ MKSS എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നോക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. MKSS വരുന്നത് 1990-കളിലാണ്. ഇനി അവിടെ ശ്രദ്ധിക്കണം, രാജസ്ഥാനിലെ എവിടെയാണ്? ഭീം തഹസിൽ. നോക്കൂ, ഭീം എന്നൊരു സിനിമ ഈ അടുത്തുണ്ടായിരുന്നില്ലേ, ഭീം തഹസിൽ എഴുതിയേക്കണ്ടോ? അപ്പൊ ഭീം തഹസിൽ എന്ന പിന്നാക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. ആ സ്ഥലത്തിന്റെ പേര് ഭീം തഹസിൽ. പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഭീം തഹസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ സ്കൂളുകള്, അതുപോലെ തന്നെ ഡിസ്പെൻസറികള്, ചെറിയ ഡാമുകള് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന സംശയത്തിലായിരുന്നു ഇത് കേട്ടോ. അപ്പൊ MKSS-ന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ രൂപീകരിച്ചു. ദേശീയ തലത്തിൽ അവര് ഇങ്ങനെ ഒരു അഭിപ്രായമായി മുന്നോട്ട് വരികയാണ്. ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിച്ചു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂരി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന 3 പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം. ആരൊക്കെയാണ്? 1, ഈ പറയുന്ന MKSS നിങ്ങൾ സെറ്റായി പഠിച്ചു. നോക്കൂ, ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക, പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് കേട്ടോ. നോക്കൂ, ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂരി കമ്മിറ്റി. 3 പോയിന്റ് അഡീഷണലി പഠിച്ചു വെക്കണം. SCERT-ന് ചോദിക്കാം. ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, നമ്മുടെ എക്സാമിൽ ഞാൻ ചോദ്യമായിട്ടിടും കേട്ടല്ലോ. ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂരി കമ്മിറ്റി, ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, MKSS. ഇവര് 3ഉം ഈ കാലഘട്ടത്തിൽ ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 2005-ൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പൊ നോക്കൂ, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഒരു 100 അല്ല 1000 തവണ PSC ചോദിച്ചിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്കറിയാം ആരാണ്? അരുണ റോയ് ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ്, ഈ ഒരു SCERT ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് MKSS രൂപീകരിക്കുന്നു 1990-ൽ. ഓക്കെ, ആ സംഘടന തുടക്കത്തിൽ ഈ പറയുന്ന പൊതുനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിലെ രാജസ്ഥാനിലെ ഏത് പിന്നാക്ക പ്രദേശത്തായിരുന്നു ആദ്യമായിട്ട് ഇവരിത് വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്? ഭീം തഹസിൽ. ഇവരങ്ങനെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടുവരുന്നു? ദേശീയ കൗൺസിൽ രൂപീകരിക്കുന്നു.
നോക്കൂ മക്കളെ, വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ ഇവർ രൂപീകരിക്കുന്നു, MKSS. കൂടാതെ ഇവരോടൊപ്പം അന്ന് ഇതേ ആവശ്യവുമായി മുന്നോട്ട് വന്ന മറ്റു 3 സംഘടനകൾ, ഒന്ന് ഷൂരി കമ്മിറ്റി, മറ്റൊന്ന് പ്രസ് കൗൺസിൽ, മറ്റൊന്ന് ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം. പ്രസ് കൗൺസിൽ, ഷൂരി കമ്മിറ്റി, ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം. സെറ്റാണല്ലോ. 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2005 ഒക്ടോബർ 12 ഞാൻ മാറ്റി കടലൊക്കെ കൊടുത്തിട്ടുണ്ട്, നീ കൂടെ പഠിക്കാനൊക്കെ പറ്റൂട്ടോ. 2005 ഒക്ടോബർ 12 ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റുകൾ കൂടി നമ്മൾ പഠിക്കണം. കാരണം ഈ ഡേറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു പോട്ടാ. ഇത് ലോകസഭ പാസാക്കുന്നത് മെയ് 11 മെയ് 11 ലോകസഭ, മെയ് 12 രാജ്യസഭ, ജൂൺ 15 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു, സ്റ്റാർ ഇട്ട് വെക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ജൂൺ 21 ഇത് ഇന്ത്യയിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ 4 ഡേറ്റുകൾ നിങ്ങൾ ഒരു പക്ഷെ പഠിക്കാത്തതായിരിക്കാം. മെയ് 11, മെയ് 12, ജൂൺ 25, ജൂൺ 21. ഒന്ന് പറഞ്ഞു നോക്കിക്കുക എല്ലാവരും. മെയ് 11, മെയ് 12, ജൂൺ 15, ജൂൺ 21. എല്ലാവർക്കും അറിയുന്ന ഒരു ഡേറ്റ് ഒക്ടോബർ 12 ഇത് മാത്രം പോരാ. 5 ഡേറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. മെയ് 11 ലോകസഭ, മെയ് 12 രാജ്യസഭ, ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു, ജൂൺ 21 ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു, ഒക്ടോബർ 12 നിലവിൽ വരുന്നു. ഇതാണ് 2005 നിയമം. ഓക്കെ ആണല്ലോ. എന്നാൽ ഇതിനു മുമ്പ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആയിരുന്നു 2002. ഓക്കെ അല്ലേ? പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരന്മാർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ നിയമം ഉറപ്പുവരുത്തുന്നത്. ഇതുപ്രകാരം വിവരങ്ങൾ 30 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതുണ്ട്. കണ്ട, നിങ്ങൾ ഇവിടെ തന്നെ 30 ദിവസം അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു മാസം കേട്ടോ. ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യമാണെങ്കിൽ 48 മണിക്കൂർ. എത്ര തവണയാണ് ഇത് ചോദ്യത്തിൽ വന്നത് കേട്ടോ. അത് ഹർജിക്കാരന്റെ ജീവനോ അല്ലെങ്കിൽ സ്വത്തിനൊക്കെ ഭീഷണിയാണെങ്കിൽ, സ്വാതന്ത്ര്യത്തിനൊക്കെ ഭീഷണിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം കേട്ടോ. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിനാലും പൊതുകാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ പൗരന്മാർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് ആർടി ആക്ടിനെ കുറിച്ച്. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് പഠിക്കണം. അപ്പൊ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇതൊരു 100 തവണ PYQൽ ഞാൻ കണ്ടു. ഇപ്പൊ PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് 100ഓളം തവണ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതൊരു പ്രാവശ്യം നിങ്ങൾക്ക് തന്നു. നിലവിൽ വന്നത് ഒക്ടോബർ 12. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്ന അപേക്ഷ സമർപ്പിക്കേണ്ട ആർക്കാണ് മക്കളെ? ഇൻഫർമേഷൻ കമ്മീഷണർക്കോ, ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ, ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ, അസിസ്റ്റന്റ് പബ്ലിക്. ഇതാണല്ലേ. അപ്പൊ ഓപ്ഷൻ സി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ പണ്ടത്തെ SCRD ഉണ്ട്. കണ്ടോ, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS മറക്കണ്ട കേട്ടല്ലോ. സെയിം കാര്യങ്ങൾ തന്നെ. അപ്പൊ നോക്കൂ, മെമ്മോകള്, ഉപദേശങ്ങള്, ഉത്തരവുകള്, കരാറുകള്, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങള്, ഇമെയില്, പൊതു അധികാരികളിൽ ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയ പൊതുവിവരത്തിൽ പെടുമെന്ന് പറയാണ്. നമ്മുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളുണ്ട് രാജ്യത്തിന്റെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്നുണ്ട്, രാഷ്ട്രപതി വരുന്നുണ്ട്, അവരെവിടെയൊക്കെ പോകുന്നു, ചായ കുടിക്കുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണം. കാരണം നിങ്ങൾക്ക് അവിടെ പോയി ബോംബ് വെക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അത് പൊതുസമക്ഷം പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, മന്ത്രിമാരുടെയൊക്കെ ചർച്ചകൾ, ക്യാബിനറ്റിന്റെ അവസാനം അവർ പുറത്ത് ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് മന്ത്രിമാരെന്ത് ചെയ്യുക, ഇതൊക്കെയാണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങൾ, നമുക്ക് പബ്ലിഷ് ചെയ്യാം. സർക്കാരിനെ നടപ്പിലാക്കുന്ന ഉത്തരവുകൾ പബ്ലിഷ് ചെയ്യാം. അല്ലാതെ അവരവിടെ നടത്തുന്ന ഒരു മന്ത്രി ഇന്ന് വേറെന്തോ പറയാം, ഈ മുഖ്യമന്ത്രി തിരിച്ചെന്തോ പറയാ. ഇത് നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലെന്നല്ല, നമുക്ക് തരാൻ വേണ്ടി ലോജിക് ചിന്തിക്കുക. തരണോ വേണ്ടയോ? അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരിക. രാജ്യസുരക്ഷയായിക്കോട്ടെ, നിങ്ങൾക്കൊരു ലോജിക് കൂടി നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇപ്പൊ മെമ്മോകള്, സർക്കുലറുകള്, പ്രമാണങ്ങള്, ഉപദേശങ്ങള്, ഉത്തരവുകള്. അപ്പൊ ഉത്തരവ് എന്നൊക്കെ പറയുമ്പോൾ കളക്ടറുടെ ഉത്തരവായിക്കോട്ടെ, മന്ത്രിമാരുടെ ഉത്തരവുകളായിക്കോട്ടെ, കരാറുകൾ, ഓരോരോ മന്ത്രിമാരും ഗവൺമെന്റിലെ സ്ഥാപനങ്ങൾ, ആളുകളൊക്കെ കരാറുകളിലെ
പിന്നെ റിപ്പോർട്ടുകള്, വിവരക്കണക്ക്, ലോഗ് ബുക്കുകള്, പത്രക്കുറിപ്പുകള്, കേട്ടോ, സാമ്പിളുകള്, ഇതൊക്കെ നമുക്ക് തരാം. അപ്പൊ തരാത്തത് എന്ത് എന്നൊരു ചോദ്യം അവിടെ വരും. അതാണ് വിഷയം. ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. അപ്പൊ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തുടങ്ങിയ വിവരങ്ങൾ നൽകാൻ പാടില്ല. നമുക്കൊരു സാധനം കിട്ടണം എന്ന് വെച്ചാൽ വേറൊരു ചങ്ങാതിക്ക് അത് അപകടം ഉണ്ടാകുന്ന കാര്യങ്ങൾ സർക്കാർ തരുമോ? തരില്ല. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇത് പഴയ SCRT ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷനും 10-ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. നമുക്ക് വിശദമായിട്ട് ഓരോ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. അതിന്റെ സ്ട്രക്ചർ, നിയമനങ്ങൾ, അതിലെ കാര്യങ്ങളൊക്കെ പഠിക്കാം കേട്ടോ. അവിടെ നിൽക്കട്ടെ. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമായോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയാണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും കണ്ട ഈ SCRT ചോദ്യങ്ങളാണ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. നേരത്തെ SCRT നിങ്ങൾ കണ്ടില്ല. SCRTയിൽ എന്തെങ്കിലും 2 പോയിന്റ് ഉണ്ടെങ്കിൽ അതെന്നെ PS ചോദിച്ചുകൊണ്ടിരിക്കാം കേട്ടല്ലോ. അപ്പൊ ഓരോ ദിവസവും നമുക്ക് വിവരാവകാശം നൽകിയില്ല, അതിനകത്ത് വീഴ്ച വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എത്ര രൂപ പിഴ നൽകണം? 250 രൂപ നൽകണം. പരമാവധി ഇവിടെ ഇല്ല. എത്ര നൽകാം? അത് നിങ്ങൾ കമന്റ് ചെയ്തേ. ശില്പേ, പരമാവധി എത്ര നൽകാം? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. മകളെ അറിയാലോ, ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ അല്ലെ സ്നേഹ? ആണ്. പഠിച്ചു വെച്ചേക്കണം. സ്വീറ്റ് അല്ലെങ്കിൽ സ്വീഡൻ വിവരാവകാശം കേട്ടോ. സ്വീഡൻ എന്താണ്? വിവരാവകാശ നിയമം. തെറ്റിക്കരുത്. സ്വീഡൻ എന്താണ്? വിവരാവകാശ നിയമം കേട്ടോ. സ്വീഡനിലെ ആളുകൾ നല്ല വിവരമുള്ള ആളുകളെ ചിന്തിച്ചേട്ടോ. സ്വീഡൻ. ഓക്കെ. സൂര്യ തേജസ്, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. ഓക്കെ. ഇവിടെയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം കൊണ്ടുവന്ന മുൻ പ്രധാനമന്ത്രി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മൻമോഹൻ സിംഗ് നമ്മൾ എഴുതും. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നു 2005. ആ സമയത്തെ പ്രധാനമന്ത്രി ഡോക്ടർ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ആണെങ്കിൽ ഇത് മറ്റൊരു സിംഗ് ആണ്. സിംഗ് ഈസ് കിങ്. നമുക്ക് സിംഗുമാരാണ് നമ്മുടെ വിവരമുള്ള ആളുകൾ അറിയിക്കാം. ആദ്യം ഒരു സിംഗ് ഉണ്ടായിരുന്നു, അത് VP സിംഗ് ആയിരുന്നു. ഓക്കെ. ആദ്യം ഒരു സിംഗ് ഉണ്ടായിരുന്നു, അത് VP സിംഗ് ആയിരുന്നു. മൂപ്പര് നല്ല വിവരമുണ്ട്. വിവരാവകാശ നിയമം എന്ന ആശയം കൊണ്ടുവന്ന മുൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ VP സിംഗ് ആണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും വിവരാവകാശ നിയമം 2005 കണ്ടോ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനവും. ഇത് രണ്ടും എത്ര പഠിച്ചാലും ചില പിള്ളേര് തെറ്റിക്കും. നിങ്ങൾ തെറ്റിക്കുമെന്ന് എനിക്കറിയാം. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ ആണല്ലോ? 97 വർഷം വരെ പഠിച്ചു വെച്ചേക്ക്. 97 തമിഴ്നാട്. വിവരാവകാശ നിയമം ആദ്യം പാസാക്കിയ തമിഴ്നാട്. എന്നാൽ 2005 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഡേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഒക്ടോബർ 12 നിലവിൽ വന്ന് പഠിച്ചില്ലേ? വിവരാവകാശ നിയമം 2005 പാസ്സാകുന്ന സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. കേട്ടല്ലോ? ഇന്ത്യൻ പ്രസിഡന്റ് എപ്പോഴും ചോദിക്കാറുണ്ട് APJ അബ്ദുൽ കലാം, അല്ലെങ്കിൽ വിവരമുള്ള രാഷ്ട്രപതിയാണല്ലോ APJ. വിവരാവകാശ നിയമം 2005. APJ എത്രാമത്തെ പ്രസിഡന്റാണ്? APJ എത്രാമത്തെ പ്രസിഡന്റാണ്? സ്ഥിരം ചോദിക്കുന്ന എത്രാമത്തെ പ്രസിഡന്റാണെന്ന്. 11ാമത്തെ പ്രസിഡന്റാണ് APJ അല്ലെ? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റസ ബെർണോയ് കേട്ടോ. ഷാഹിദ് റസ ബെർണോയ് കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ജൂലൈ 19 ഈ പറയുന്ന ലോകസഭയിൽ അവതരിപ്പിച്ചു. ലോകസഭയിൽ പാസ്സാക്കിയത് ജൂലൈ 22. ഇത് നിങ്ങൾ രാജ്യസഭയിലേക്ക് എത്തുമ്പം ജൂലൈ 25. അത് രാഷ്ട്രപതി സൈൻ ചെയ്യുന്നത് ഓഗസ്റ്റ് 1. ഇത് ഞാൻ ഇങ്ങനെ കറപ്പിക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഓഗസ്റ്റ് 1 കിട്ടണേ. 2019 ഓഗസ്റ്റ് 1, 2019 ജൂലൈ 22, 2019 ജൂലൈ 25, 22, 25 ഓഗസ്റ്റ് 1, ജൂലൈ ഓഗസ്റ്റ്, 2019 ജൂലൈ 22, 2019 ജൂലൈ 25, 2019 ഓഗസ്റ്റ് 1. ഒന്ന് എഴുതി നോക്കുക. വിവരാവകാശ ഭേദഗതി ബില്ല് ലോകസഭ പാസാക്കുന്നു ജൂലൈ 22, രാജ്യസഭ പാസാക്കുന്നു ജൂലൈ 25, അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു ഓഗസ്റ്റ് 1. ഓക്കെ ആണല്ലോ? ഇതാരായിരുന്നു അവതരിപ്പിച്ച? ജിതേന്ദ്ര സിംഗ് ആയിരുന്നു.
ഇനിയാണ് ശ്രദ്ധിച്ചു വെക്കേണ്ടത് ഈ ഒരു നിയമം 2005 വന്ന വിവരാവകാശ നിയമത്തിലെ ഏതെല്ലാം വകുപ്പുകളാണ് ഭേദഗതി ചെയ്തത്? വകുപ്പ് 13, 16, 27. 13, 16, 27. 13 അല്ലെ, 16 അല്ലെ, 27. ഇതാ പിടിച്ചോ, വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 പച്ചവെള്ളം പോലെ പഠിക്കണം. 6 6 6 6 6 6 അല്ലേ? 5 6 30 ആണെങ്കിലും 31 വകുപ്പുകളാണ് ഇതിനകത്ത് സെക്ഷൻ ഉള്ളത്. 31 വകുപ്പ് അഥവാ സെക്ഷൻ 31. 6:31. ഇപ്പൊ സമയം 11:10. 6:31. 6:31. അധ്യായങ്ങളുടെ എണ്ണം 6 വകുപ്പുകളുടെ എണ്ണം 31. ഷെഡ്യൂൾ അഥവാ പട്ടികകൾ 2 ഉണ്ട് വിവരാവകാശ നിയമത്തിൽ. ഏതുറക്കത്തിൽ ചോദിച്ചാലും എന്റെ മക്കൾ പറയും 6 അധ്യായം, 31 വകുപ്പ്, 2 പട്ടിക. ദാ പിടിച്ച 1 നിങ്ങൾ പഠിക്കേണ്ട. കാരണം ഒരുവിധപ്പെട്ട എല്ലാ സുപ്രധാന നിയമങ്ങളെ ആക്ടിനകത്തും 1 സ്റ്റാർട്ടിംഗ് പ്രാരംഭികം അഥവാ പ്രിലിമിനറി ആയിരിക്കും വിട്ടേക്കുക. എന്തൊക്കെയോ അൽക്കുട്ടു സാധനങ്ങളാണ് ചിന്തിക്കുക, നമ്മളോട് ചോദിക്കൂല. ഫസ്റ്റ് പ്രാരംഭം ആയിക്കോട്ടെ. ഒട്ടുമിക്ക എല്ലാ സുപ്രധാന നിയമങ്ങൾക്കകത്തും അവസാനം മിസ്ലേനിയസ് അഥവാ പലവക സാധനങ്ങളായിരിക്കും, അതും വിട്ടേക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളും ഞാനും രക്ഷപ്പെട്ടില്ലേ? 4 പഠിച്ചാ പോരെ? 6 ചാപ്റ്റർ, 31 വകുപ്പ്. അതിനകത്ത് നമ്മളിപ്പോൾ വെറും 4 പഠിച്ചാ മതി. ദിനു, ശില്പേ, സ്നേഹേ പഠിച്ചോ. 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ ആലോചിച്ച് പറഞ്ഞേ. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ് ആർട്ടിക്കിൾ അല്ല, ഭാഗം അഥവാ ചാപ്റ്റർ 2. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. നോക്കൂ, അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സിമ്പിൾ അല്ലേ? അധ്യായം 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും പിഴകളും അപ്പീലുകളും ഒക്കെ വരുന്നു. സിമ്പിൾ അല്ലേ? 3, 4, 5 സിമ്പിൾ ആണ്. 2 ഓർത്തു വെക്കാൻ പറ്റും. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ്. പഠിച്ചോ മക്കളെ? സെറ്റല്ലേ മക്കളെ? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ് 2. 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളുമാണ്. നമുക്ക് പഠിച്ചാലോ? എന്ന് പറഞ്ഞാൽ അല്ലെ, എഫിഷ്യന്റ് ആയിട്ടുള്ള, ക്ഷമതയുള്ള അധികാര സ്ഥാനമാണ്. നോക്കൂ, ആ പണിക്ക് അവർ 2ാമത്തെ വകുപ്പാണ് നമ്മൾ പറയുന്ന 31 ആർട്ടിക്കിളുകൾ. ആ 31 ആർട്ടിക്കിളുകൾ അഥവാ വകുപ്പുകൾ അഥവാ സെക്ഷനുകളിൽ 2 നമ്മൾ പഠിക്കേണ്ടത് കുറച്ചെണ്ണമുണ്ട്. 1 2E, 1 2F, 1 2J, 1 2H, 1 2I, 1 2N. എന്ത് രസം! ഹൈ ഹൈ ഹൈ, ഒന്ന് ഉഷാറായി. 2E, 2F, 2J, 2H, 2I, 2N. വാവ്! അപ്പൊ നോക്കൂ, N, I, H, J, F, E. വാവ്! അപ്പൊ നോക്കിയേ, എങ്ങനെ പഠിക്കാം നമുക്ക്? E ഫോർ എഫിഷ്യന്റ്. അങ്ങനെ ആലോചിക്കുക. നല്ല ക്ഷമതയുള്ള എഫിഷ്യന്റായ അധികാരത്തിൽ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പം സുപ്രീം കോടതി, ഹൈക്കോടതി. ഇവിടെ കേറിയിട്ട് ഞാൻ വിവരാവകാശം തരൂ എന്ന് പറഞ്ഞങ്ങോട്ട് പോയാൽ നടപടിയാവൂല. അവിടെ അതിനുള്ള വേറെ ആളുണ്ട്. ലോകസഭയിൽ തരൂ വിവരാവകാശം എന്ന് പറഞ്ഞ് പോവേണ്ട, അവിടെ അതിന് ആളുണ്ട്, സ്പീക്കറുണ്ട്. നോക്കൂ, അതുപോലെ ചില ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലവൻ, അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടവൻ ഗവർണർ ആയിരിക്കാം, ഒരുപക്ഷെ രാഷ്ട്രപതി ആയിരിക്കാം. ഇങ്ങനെ തുടങ്ങിയ ചില സംഗതികളിൽ മാറ്റമുണ്ട്. അത് ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ഈ പറയുന്ന
വിവരാവകാശ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിർവചനങ്ങൾ കൊടുക്കുകയാണ്. രണ്ടാമത്തെ വകുപ്പിൽ കൃത്യമായിട്ട് ഇതിനൊക്കെയുള്ള നിർവചനങ്ങൾ കൊടുക്കുന്നത്. എന്താണ് ക്ഷമതയുള്ള അധികാര സ്ഥാനം? 2 അധികാര സ്ഥാനം. അപ്പൊ ഇത് ഞാൻ വിശദമായി കുറച്ചുകൂടി ഭംഗി കൂട്ടിയ PDF ഒക്കെ നമ്മുടെ ആപ്പിനകത്ത് ഇടും. ക്ലാസ് കഴിഞ്ഞിട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാര്യത്തില് നിയമസഭയിലാണെങ്കിൽ അവിടുത്തെ ചെയർമാൻ അല്ലെങ്കിൽ സ്പീക്കർ ഓക്കെ ആണല്ലോ. യെസ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ഓക്കെ ആണല്ലോ. ഭരണഘടനാ സ്ഥാപനങ്ങൾ അതുപോലത്തെ മറ്റു സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ രാഷ്ട്രപതി, ഗവർണർമാർ ഓക്കെ ആണല്ലോ. ചില പ്രത്യേക അഡ്മിനിസ്ട്രേറ്റർമാരെ ചില കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഒരു പ്രത്യേക അധികാര സ്ഥാനമുണ്ട്, ക്ഷമതയുള്ള അധികാര സ്ഥാനം എന്ന് പഠിച്ചു വെക്കുക. ഈ കിട്ടിയോ? ഈ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഉഷാറായിട്ട് ആലോചിച്ച് നോക്കി. എഫ് ഫയലിലാണ് വിവരമുള്ളത്. എന്തിലാണ് വിവരമുള്ളത്? ഫയലിലാണ് വിവരമുള്ളത്. എഫ് ഫിഫരം എന്നാണ് വെച്ചെങ്കിൽ എഫ് ഫോർ വിവരം. എന്തെല്ലാം രേഖകൾ ഫയലിലാണ്. മെമ്മോകൾ, ഉത്തരവുകൾ, നമ്മുടെ റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകള്, ഇതാണ് SCRT ഉള്ളത്. ഇമെയിലുകൾ, ഉത്തരവുകൾ, മെമ്മോകൾ, പ്രമാണങ്ങൾ. കണ്ടാ സെറ്റ് അല്ലേ? സെറ്റാണ്. അപ്പൊ ജയിലേക്ക് പോയാലോ? അപ്പൊ ആദ്യം ഇത് ABCD കറക്റ്റിലൊന്നും കേട്ടോ. ആദ്യം നമ്മൾ പഠിച്ചു. അധികാരക്ഷമതയുള്ള സ്ഥാനങ്ങളാണ് അല്ലെ? ക്ഷമതയുള്ള അധികാര സ്ഥാനങ്ങൾ പിന്നെ നമ്മൾ എന്താ പഠിച്ച? എഫ് വിവരം. നോക്കൂ, അടുത്തത് ജെ വിവരാവകാശമാണ്. ജെ എന്ന് പറഞ്ഞാൽ വിവരാവകാശമാണ്. വിവരാവകാശം കൃത്യമായിട്ട് പഠിക്കണം. വിവരാവകാശം ജെ രേഖകളും ജോലികളും പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കാനും ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള അവകാശം. അത് വിവരാവകാശമാണ്. അറിയാനുള്ള അവകാശം. ജെ ഇത് നിങ്ങളെ മനസ്സിൽ അങ്ങോട്ട് കയറ്റി വെക്കുക. ജെ വിവരാവകാശം. ജെ ഇത് മാത്രം കോഡൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. വിവരാവകാശം എന്നുള്ളതിന്റെ നിർവചനം ഏത് ആർട്ടിക്കിളിലാണുള്ളത്? വിവരാവകാശ നിയമത്തിൽ വിവരാവകാശം എന്നതിന്റെ ആർട്ടിക്കിൾ എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ജെ. പൊതു അധികാര സ്ഥാനം എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഹൈറ്റ്, ഒരു ഹൈറ്റ് ഉള്ള സ്ഥലം. എച്ച് ഒരു ഹൈറ്റ്. നമ്മുടെ വീട്ടിലകത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഉയർന്ന ആള്. പൊതു അധികാരം. ഇവിടെ ഭരണഘടന പറയുന്നു നമ്മുടെ പാർലമെന്റ്, സംസ്ഥാന നിയമസഭകള് അവരുടെ നിയമം വഴി, സർക്കാർ വിജ്ഞാപനം വഴി ഏതൊരു സ്ഥാപനം ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുണ്ടോ അതെല്ലാം പൊതുവാണ്. ഗവൺമെന്റിന്റെ മുതല് അല്ലെ, പൊതു മുതല് എന്നൊക്കെ പറയുന്ന എച്ച്. അച്ഛനാണ് നമ്മുടെ വീട്ടിലെ പൊതു അധികാരി. എച്ച് അച്ഛനല്ല, എച്ച് ഹൈറ്റ്. അങ്ങനെ ആലോചിക്കുക. ഉന്നതം, ഹൈറ്റ്. എങ്ങനെയാണെങ്കിൽ എച്ച് സർക്കാരിന്റെ ഉടമസ്ഥയുള്ള നിയന്ത്രണത്തിലുള്ള സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതായ എല്ലാ സർക്കാർ ഇതര സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാനം എന്ന നിർവചനത്തിൽ വരും. അപ്പൊ എച്ച് എന്തായിരുന്നു? ക്ഷമതയുള്ള അധികാര സ്ഥാനം. ഇ പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? എഫ് വിവരം, ഫയല്. ജെ വിവരാവകാശം. ജെ. എച്ച് ഹൈറ്റ്, പൊതു അധികാര സ്ഥാനം. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇ ക്ഷമതയുള്ള അധികാരം, എഫ് വിവരം, ജെ വിവരാവകാശം, എച്ച് പൊതു അധികാരം. ദെൻ ഐ പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു കോഡുമില്ല. നോക്കൂ, പഠിച്ചു. എന്തായിരുന്നു? ക്ഷമതയുള്ള അധികാരം. ദെൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഫ് വിവരം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എഫ് കഴിഞ്ഞാൽ പിന്നെ വിവരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വിവരാവകാശം. ജെ വിവരാവകാശം പഠിച്ചു. പിന്നെ നമ്മൾ എച്ച് പൊതു അധികാരം, അച്ഛൻ പൊതു അധികാരം പഠിച്ചു. പിന്നെ നമ്മൾ ഇതാ പഠിക്കാൻ പോകുന്നു ഐ എന്ന് പറഞ്ഞാൽ ഒരു വര, ഒരു രേഖ, ഒരു കുത്ത് അല്ലെ? ഒരു രേഖ, ഒരു കുത്ത്. അപ്പൊ വകുപ്പ് 2 ഐ രേഖ. എഫ് ഫയലല്ലോ. എഫ് എന്താണ്? വിവരം. എന്താണ്? ക്ഷമതയുള്ള ക്ഷമതയുള്ള അധികാരം. എച്ച് എന്താണ്? പൊതു അധികാരം. ഐ എന്താണ്? രേഖ. ജെ എന്താണ്? ജെ ആലോചിക്ക്, ക്ലാസ് ശ്രദ്ധിക്ക് ദൃശ്യേ. ജെ എന്താണ്? വിവരാവകാശം. മൂന്നാം കക്ഷിയായ എന്നെ
മൂന്നാം കക്ഷിയായി എന്നെ, ഒരു വര ഒരു കുത്ത് രേഖ, അച്ഛൻ പൊതു അധികാരം, ജെ പിന്നെ ഞാൻ കറപ്പിച്ചു വെച്ചാൽ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. എഫ് ഫോർ വിവരം ഫയലില്, ഇ ഫോർ എഫിഷ്യന്റ് ക്ഷമതയുള്ള. അപ്പൊ ഇതെല്ലാം കോഡുണ്ട്, ജെക്ക് കോഡില്ല. ജെക്ക് നിങ്ങൾ കോഡ് പറയും കേട്ടോ. അപ്പൊ എന്നെ മൂന്നാം കക്ഷി എന്നെ വിവരത്തിനായി അപേക്ഷ നൽകുന്ന ആളല്ലാത്ത ഏതൊരാളും പൊതു അധികാര സ്ഥാപനവും അറിയപ്പെടുന്നത് മൂന്നാം കക്ഷി എന്നാണ്. ഓക്കെ, എന്നാൽ ശ്രദ്ധിക്കണം, എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നു 3. നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്കും എനിക്കും, എന്റെ ഒരു ഫ്രണ്ടിന് മുമ്പ് സ്ഥിരം വിവരാവകാശം തുറന്നു പിടിച്ചൊക്കെ കൊടുക്കും. അപ്പൊ അവനോട് ഞാൻ പണ്ട് PSC പഠിച്ച പറഞ്ഞത്, മോനെ ആർട്ടിക്കിൾ 3 പ്രകാരം നിനക്ക് അവകാശം ഉണ്ട്, നീ ഇങ്ങനെ മുതലാക്കരുത്. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 3. ഇനി അങ്ങോട്ട് പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ പോവാം. എന്റെ കൂടെ പഠിക്കാൻ തയ്യാറല്ലേ? പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ നമുക്ക് എന്താക്കാം? 4 പൊതു അധികാര സ്ഥാനങ്ങൾ, 4 പൊതു അധികാര സ്ഥാനങ്ങൾ, 3 വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്, 3 വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. 4 പൊതു അധികാര സ്ഥാനങ്ങളെ കുറിച്ച് 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരം പൊതു പബ്ലിക്, വിവരം പൊതു പബ്ലിക്, വിവരം പൊതു പബ്ലിക്, വിവരം പൊതു പബ്ലിക്. വിവരമുള്ളവന്മാർ പൊതു സ്ഥലത്ത് പബ്ലിക്കായിട്ട് അപേക്ഷിക്കുമോ? ആർത്ത് നിലവിളിച്ച് അപേക്ഷിക്കുമോ? വിവരമുള്ളവർ പൊതുസ്ഥലത്ത് പബ്ലിക്കായിട്ട് ആർത്ത് അപേക്ഷിക്കുമോ? വിവരമുള്ളവർ പൊതുസ്ഥലത്ത് പബ്ലിക്കായിട്ട് ആർപ്പ് വിളിച്ച് അപേക്ഷിക്കുമോ? ഇല്ല. അങ്ങനെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് അത് തീർപ്പാക്കും. ഒരാഴ്ച കൊണ്ട് അത് തീർപ്പാക്കും. വിവരാവകാശത്തിൽ നോക്കൂ 3 വിവരമില്ലാത്തവർ, എങ്ങനെ വേണേ ആലോചിച്ചോ, 3 വിവരമില്ലാത്തവർ പൊതുസ്ഥലത്ത് പബ്ലിക്കായിട്ട് ആർത്ത് വിളിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ടത് തീർപ്പാക്കും. വിവരമില്ലാത്ത 3 വ്യക്തികൾ, പേര് ഞാൻ പറയില്ല, നിങ്ങളിൽ ആരോ ഒരാൾ, മിസ്റ്റർ കുൽക്കർണി, മിസ്റ്റർ മൽഹോത്ര, മിസ്റ്റർ ഡിസൂസ അല്ലെ നിങ്ങളുടെ സാറന്മാര്, വിവരമില്ലാത്ത 3 പൊട്ടന്മാർ അല്ലെ, പൊതു അധികാര സ്ഥാനയുടെ മുമ്പിൽ പോയിട്ട് പബ്ലിക്കായിട്ട് ആർത്ത് അപേക്ഷിച്ചാൽ 7 ദിവസം കൊണ്ടത് തീർപ്പാക്കും. 7 ദിവസം കൊണ്ടത് തീർപ്പാക്കും. 8 വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു. 8 എഴുതിക്കേ. 8 വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന സംഗതികൾ ശ്രദ്ധിക്കണേ, നമുക്കത് പറയാം. 8 മൂന്നാം കക്ഷി നോക്കൂ, 2 വര, 11 ഒന്നും അത് കഴിഞ്ഞാ പിന്നെ വേറെ ആരാളുള്ളത്? മൂന്നാമത്തെ കക്ഷിയാ. 1 കഴിഞ്ഞാ പിന്നെ ആരാളുള്ളത്? മൂന്നാമത്തെ കക്ഷിയാ. 1 കഴിഞ്ഞാ പിന്നെ ആരാളുള്ളത്? മൂന്നാമത്തെ കക്ഷിയാ. നോക്കൂ, 8 ഒഴിവാക്കുന്നു. 8 ഒഴിവാക്കുന്നു. 11 1 കഴിഞ്ഞാ പിന്നെ മൂന്നാമത്തെ കക്ഷിയാ. ഒരാള് അപേക്ഷ കൊടുക്കുന്ന ഒരാള്, വാങ്ങുന്ന ഒരാള്, മൂന്നാമത്തെ കക്ഷിയാ പിന്നെ 1 കഴിഞ്ഞാ പിന്നെ തേർഡ് പാർട്ടി. നോക്കൂ, അത് വരെയുള്ള കാര്യങ്ങൾ സിമ്പിൾ അല്ലേ? ഇത് സിമ്പിൾ ആണോ? വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ. നിങ്ങൾ ലൈസൻസ് എടുത്ത് എത്ര പേരുണ്ട്? അപ്പൊ നോക്കൂ സാറേ, വിവരാവകാശ നിയമത്ത് വെളിപ്പെടുത്തുന്ന ഒഴിവാക്കിയ സാറേ, ഇത് ഒഴിവാക്കിക്കൊണ്ട് സാറേ പ്ലീസ് സാറേ സാമ്പാറേ, 1 മാർക്ക് പഠിക്കണം.
മൂന്ന് പേർ വിവരമില്ലാത്ത 3 പൊട്ടന്മാർ ഒരു പൊതു അധികാരി സ്ഥാനയുടെ മുമ്പിൽ പോയി പബ്ലിക്കായിട്ട് ആർത്ത് വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങനെ ചെയ്താൽ 7ാമത്തെ ദിവസം അവർക്ക് തീർപ്പാക്കി കൊടുക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ 8 എഴുതുന്ന നിങ്ങൾ അല്ലെ ഒഴിവാക്കി തരണേ, വിവരമുള്ള സാർമാരെ വെളിപ്പെടുത്തു സാറേ, ഒഴിവാക്കി തരണേ 8 കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 11 എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് 3ാമത്തെ കക്ഷിയാ. 1 1 11 3ാം കക്ഷി. അങ്ങനെയാണെങ്കിൽ വകുപ്പ് 12 പറഞ്ഞോ. 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇത് സിമ്പിൾ പരിപാടിയാണ്. 12 എന്ന് കേൾക്കുമ്പോൾ ഇപ്പം നിലവിൽ എത്രാമത്തെ വിവരാവകാശ കമ്മീഷനാണ്? അതായിരിക്കും നമുക്ക് അടുത്ത ടോപ്പ് ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ്ടേ? യെസ്. അപ്പൊ 12 കിട്ടിയോ? വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് 12. ഓക്കെ, യെസ്. 13 കാലാവധി 14 നീക്കാം. ഇവിടെ സ്വാഭാവികമായിട്ടും ആദ്യം നീക്കൂലോ, ഇല്ലല്ലോ. സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ ആദ്യം പറയും, എന്നിട്ടല്ലേ നീക്കം ചെയ്യലിനെ കുറിച്ച് പറയാം. നിങ്ങളൊരു കമ്പനിയിലേക്ക് എവിടെ എന്ത് കാര്യത്തിലാണെങ്കിലും ആദ്യം പറയുന്ന ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ശമ്പളം തരും, ഇങ്ങനെ കാര്യങ്ങൾ, നിങ്ങളെ പരിപാടി ഇതൊക്കെയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ പറയാ? ആദ്യം തന്നെ വരുമ്പോൾ നിങ്ങളെ പുറത്താക്കും. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ആദ്യം സേവന നിയമനങ്ങൾ, പിന്നെ നീക്കം ചെയ്യുക. അപ്പൊ ഇത് സിമ്പിൾ പരിപാടിയല്ലേ? സിമ്പിൾ ആണ്. വകുപ്പ് 12 കേന്ദ്രം, അവരുടെ നിയമന കാലാവധി വ്യവസ്ഥകൾ 13, അവരുടെ നീക്കം ചെയ്യൽ 14. സിമ്പിൾ. ഇനി നോക്കൂ, സംസ്ഥാനത്തേക്ക് വന്നാൽ 15 സംസ്ഥാനം, 16 അവരുടെ കാലാവധിയും വ്യവസ്ഥകളും, 17 അവരെ നീക്കം ചെയ്യുക. എന്ത് സിമ്പിൾ പരിപാടിയാ! 12, 13, 14. വാവ്. ഓക്കെ. ഇനി നോക്കൂ, 18ാമത്തെ അടവുണ്ട്. 18ാമത്തെ അടവ്. ആ 18ാമത്തെ അടവിൽ ഈ ഇൻഫർമേഷൻ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും. അപ്പൊ നേരത്തെ ചോദിച്ച കാലാവധിയും വ്യവസ്ഥ കേട്ടോ, സേവന വ്യവസ്ഥ കേട്ടോ. 18 വയസ്സായി, പാസ്പോർട്ട് എടുത്തു, ലൈസൻസ് എടുത്തു, എല്ലാം സെറ്റായി. അപ്പൊ അധികാരവും ചുമതല എന്ന് കേൾക്കുമ്പോൾ ഇൻഫർമേഷൻ ആയതുകൊണ്ട് 18 അധികാരം. മറ്റത് നിയമനവും സേവന കാലാവധിയും കേട്ടോ. അപ്പൊ അതും പഠിച്ചോ. ട്രിക്കാണ്, എളുപ്പമാണ്. ഇതാ ഇത്രയും നേരം മുഴുവൻ വകുപ്പ് ഞാൻ നിങ്ങളെ കോഡാക്കിയാ പഠിപ്പിച്ച്. ഇനി ഇതാ ഇതുകൂടി കോഡാക്കാം. നോക്കൂ, 20 രൂപ എന്ന് കേട്ടാ നിങ്ങളുടെ മനസ്സിൽ പിഴ ആലോചിക്കാം. ഒരു റൗണ്ട് സംഖ്യ അല്ലേ? നിങ്ങൾ കാർ പാർക്കിങ്ങിനൊക്കെ 20 റുപ്യ പിഴ അടയ്ക്കണം. 20 റുപ്യ റൗണ്ട് സംഖ്യ. ഓക്കെ. 25 റിപ്പോർട്ട്, അതും റൗണ്ട് സംഖ്യ. റിപ്പോർട്ടിന് 25 റുപ്യ. ഷുഗർ ടെസ്റ്റ് എത്ര വെച്ചാടാ? 20 ആണോ? എനിക്കറിയില്ല. അപ്പൊ റിപ്പോർട്ടിന് 25, പിഴ 20. പഠിക്കാൻ പറ്റുമോ? 19 അപ്പീൽ. 19 അപ്പീൽ. 19 അപ്പീൽ. 19 അപ്പീൽ. 19 അപ്പീൽ. കേട്ടല്ലോ? യെസ്. ഇനി 24. 8 എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നോക്കൂ, 8. ഈ 8ഉം 24 ഒഴിവാക്കി എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയ ചില സംഗതികളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻഷ്യൽ ആയ പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. എന്നാൽ 24 എന്താണ്? ഇതിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിലിറ്ററി വിഭാഗങ്ങൾ, ഇവർക്കൊന്നും ഇത് ബാധകമല്ല. അവിടെ പോയിട്ട് വിവരാവകാശം കൊടുക്കാൻ നിൽക്കണ്ട. ചില പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപ്പെട്ട സംഘടന മീൻസ് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവരെയൊക്കെ ഇതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത്തരത്തിലുള്ള ആക്ട് ബാധകമല്ലാത്ത സംഘടനയാണ് 24. അപ്പൊ 24 8ന്റെ ഗുണമല്ലേ? 8 വിവരം വെളിപ്പെടുന്ന ഒഴിവാക്കിയത്, 24 സംഘടനകൾ. 24 ഇത് രണ്ടും നിങ്ങൾ കൈനട്ടിൽ എഴുതി വെച്ചോ. 8 വിവരം വെളിപ്പെടുന്ന ഒഴിവാക്കിയ കാര്യങ്ങള്, 24 ആക്ട് ബാധകമല്ലാത്ത സംഘടനകൾ. ഇത് രണ്ടും മാറരുത്. ഇനി വാർഷിക റിപ്പോർട്ടുകൾ ആണ് 25. ഇനി നമുക്ക് പട്ടിക 2 ഉണ്ട്. അപ്പൊ 31 ആർട്ടിക്കിൾ എന്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞു. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റാണ്. ഇതിനപ്പുറം നിങ്ങൾക്ക് LDCക്ക് ഒന്നും വേണ്ട. ഒന്നാമത്തെ പട്ടികയിൽ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. രണ്ടാമത്തെ പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, അതാണ് അവിടെ കൊടുത്തത്. അപ്പൊ രണ്ടാമത്തെ പട്ടികയിൽ സ്ഥാപനങ്ങളുടെ ലിസ്റ്റും ഒന്നാമത്തേല് ഇവരുടെ സത്യപ്രതിജ്ഞയും കേട്ടോ. ഒന്നാമത്തെ പട്ടികയിൽ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണറുടെയൊക്കെ
സത്യപ്രതിജ്ഞയും രണ്ടാമത് ഏതൊക്കെ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയത്. അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു അറിയോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 18 പറഞ്ഞായി 18 എണ്ണം നമ്മൾ 18ഉം 19 എണ്ണം നമ്മൾ നേരിട്ട് പഠിച്ചു. 31 എത്ര എണ്ണം പഠിച്ചു? നേരിട്ട് 19 എണ്ണം പഠിച്ചു. ആ 19ന്റെ ഉള്ളിൽ തന്നെ നമ്മൾ N പഠിച്ചു, I പഠിച്ചു, H പഠിച്ചു, J പഠിച്ചു, F പഠിച്ചു, E പഠിച്ചു. ഇത് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടെ തറവാക്കണം കേട്ടോ. ഇന്ന് ശരിക്കും നമുക്കിനി ക്ലാസ് ഇല്ല. ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ട് ഒരു ക്ലാസ് കൂടി നൈറ്റ് വെക്കുകയാണെങ്കിൽ, നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കിതാ ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ള ഈ ടോപ്പിക്കിൽ എന്തെല്ലാം ചോദ്യങ്ങൾ വരുമോ അതൊക്കെ നോക്കണം. അപ്പൊ നോക്കണമെങ്കിൽ നിങ്ങൾ ആ ആർട്ടിക്കിൾ ഒന്ന് പഠിച്ചു വന്നാൽ എനിക്ക് എളുപ്പം പരിപാടി കഴിയും. ഇനി 2 കമ്മീഷനെ കുറിച്ചേ പറയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലൊപ്പം ഇതോടുള്ള ഓരോരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ നല്ല നല്ല ഐഡിയ കൺസെപ്റ്റ് പഠിപ്പിക്കണം. എന്നാൽ നമുക്കിത് വേഗം എളുപ്പത്തിൽ കിട്ടും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊന്നും എളുപ്പത്തിൽ കിട്ടില്ല. ട്രിക്ക് വെച്ച് നമുക്ക് പറയാം. ഓക്കെ, കണ്ടോ സെക്ഷൻ കണ്ടോ നിങ്ങൾ? കണ്ടോ ഇതൊക്കെ PYക്കാ LD നിലവാരമുള്ള ക്വസ്റ്റ്യനാ. അപ്പോ ഏതാണ്? ഒന്ന് വിവരാവകാശ നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലത്തിൽ വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്? 12ഉം 15ഉം മാർക്ക് വരുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അത് നോക്കി വരിക. ഞാൻ ഇതുവരെ ഉള്ളത് PDF ഗ്രൂപ്പിൽ ഇടാം. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന്റെ റെക്കോർഡ് അവൈലബിൾ ആക്കിട്ടോ. അതിന് പ്രോസസിംഗ് ടൈം ഉണ്ട്, 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഓക്കെ, നന്നായി പഠിക്കുക.